Hi guys, welcome back to my YouTube channel Medical Study with me Anu. Myself Anupama. നമ്മളിന്ന് നോക്കാൻ പോകുന്നൊരു പാത്തോളജി ടോപ്പിക്കാണ്. പാത്തോളജിയിൽ നമ്മൾ ഈ ചാനലിൽ പാത്തോളജി ഫസ്റ്റ് വീഡിയോ ആണ് വരുന്നത്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് CVS പാർട്ടിലുള്ള ഒരു ടോപ്പിക്കാണ്. CVS നമുക്കറിയാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. അതിൽ MI അതുപോലെ തന്നെ റൊമാറ്റിക് ഹാർട്ട് ഡിസീസ് ഇത് രണ്ടുമാണ് റിപ്പീറ്റഡ് ആയി ചോദിക്കുന്ന ലോങ് അസിസ്. ഇതിൻ്റെയൊക്കെ വീഡിയോ പുറകെ വരുന്നുണ്ട്. ഇത് കൂടാതെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് അതെറോസ്ക്ലെറോസിസ്. അത് ലോങ്ങസ്റ്റ് ആയിട്ട് ചോദിക്കാം. അതുകൂടാതെ കൂടുതലായിട്ടും ഷോർട്ട് ആൻസർ ആയിട്ടായിരിക്കും ഇത് ചോദിക്കുന്നത്. കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ പാത്തോജനസിസ് അല്ലെങ്കിൽ അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ടോപ്പിക്കായിട്ട് തന്നെ എടുത്ത് ഒരു ഷോർട്ട് എസ്സേ ആയിട്ടായിരിക്കും ഷോർട്ട് ആൻസർ ആയിട്ടായിരിക്കും കൂടുതലായിട്ട് ചോദിക്കുന്നത്. എന്നാൽ ലോങ് എസ്സേ ആയിട്ടും വരാം. മേജർലി MIയും അതുകൂടാതെ റൊമാറ്റിക് ഹാർട്ട് ഡിസീസ് ആണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എന്നാലും ഇതും ചോദിക്കാം. ആൻഡ് അതെറോസ്ക്ലെറോസിസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് അതെറോസ്ക്ലെറോസിസ്. അതുകൂടാതെ ഇപ്പം കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ഹാർട്ട് ഡിസീസിൻ്റെ ഒക്കെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജാണ് അതെറോസ്ക്ലെറോസിസ് ആയിട്ട് കാണുന്നത് അല്ലേ. നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം. അതെറോസ്ക്ലെറോസിസ് ഇസ് എ പ്രോഗ്രസീവ് ഡിസീസ് ഇൻ ദി ഇന്റിമയിൽ എഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രസീവ് ഡിസീസാണ് എന്ത് അതെറോസ്ക്ലെറോസിസ്. ആൻഡ് ഇറ്റ് എഫക്ട്സ് എന്തിൻ്റെ ഇൻറ്റിമേല ലാർജ് ആൻഡ് മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള ഇലാസ്റ്റിക് ആൻഡ് മസ്കുലർ ആർട്ടറിയുടെ ഇൻറ്റിമേൽ. ആൻഡ് ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഫോക്കൽ ലിപ്പിഡ് റിച്ച് ഇൻറ്റിമൽ ലീഷൻ. ഈ ഫോക്കൽ ലിപ്പിഡ് റിച്ച് ഇൻറ്റിമൽ ലീഷനെ വിളിക്കുന്ന പേരാണ് അതെറോമാസ്. ഓക്കെ, അപ്പം എന്താണ് അതെറോസ്ക്ലെറോസിസിൻ്റെ ഡെഫിനേഷൻ? ഇറ്റ്സ് എ പ്രോഗ്രസീവ് ഡിസീസ് ഇൻ ദി ഇൻറ്റിമ ഓഫ് ലാർജ് ആൻഡ് മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള ഇലാസ്റ്റിക് ആൻഡ് മസ്കുലർ ആർട്ടറീസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഫോക്കൽ ലിപ്പിഡ് റിച്ച് ഇൻറ്റിമൽ ലീഷൻ കോൾഡ് അതെറോമ. ഈ അതെറോമ എന്ന് പറയുമ്പോൾ എന്താ? സർഫസിൽ കാണുന്ന ഫാറ്റ് ഓർ ലിപ്പിഡ് റിച്ച് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. പിക്ചർ കാണിക്കാം. സോ ഈ അതെറോമ എന്താ ചെയ്യുന്നത്? നാരോസ് ദി ബ്ലഡ് വെസൽസ് ഓർ ദ റെഡ്യൂസസ് ദി ബ്ലഡ് ഫ്ലോ ആൻഡ് ഓൾസോ ദ ബ്ലോക്ക് ദി ലൂമൻ ഓഫ് ദി വെസൽസ്. ഇൻ കേസ് ഇപ്പോൾ അതെറോമ റപ്ചറായി എന്ത് സംഭവിക്കും? ദ കോസസ് സഡൻ ഒക്ലൂഷൻ. ഈ പിക്ചറിൽ കാണാൻ പറ്റും. ഇതാണ് നോർമൽ ആർട്ടറി ആൻഡ് ഈ കാണുന്നതാണ് നോർമൽ അതെറോസ്ക്ലെറോട്ടിക് പ്ലേഗ് ഉള്ള ആർട്ടറി. നോർമൽ ആയിട്ടുള്ള ബ്ലഡ് ഫ്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് നോർമൽ റെസിസ്റ്റൻസ് ഒക്കെ നോർമൽ ആയിട്ടുള്ള ഒരു ബ്ലഡ് ഫ്ലോ ആയിരിക്കും. എന്നാൽ അതെറോസ്ക്ലെറോസിസ് ഉള്ളൊരു ആർട്ടറിയിലാണെങ്കിൽ എന്ത് പറ്റും? ദർ ഈസ് എ നാരോയിങ് അല്ലേ. ഇതാണ് പ്ലേഗ് ഓർ ഫോക്കലീഷൻ. ഈ ഫോക്കലീഷൻ കാരണം ഇവിടെ ഒരു നാരോയിങ് സംഭവിച്ചിട്ടുണ്ട് ബ്ലഡ് വെസലിൽ. അതുകൊണ്ട് തന്നെ പഴയ പോലത്തെ ബ്ലഡ് ഫ്ലോ ഉണ്ടാവില്ല. ബ്ലഡ് ഫ്ലോയിൽ ക്വാണ്ടിറ്റി കുറവായിരിക്കും. ഓക്കെ, സോ this is what happens in case of atherosclerotic plaque. ഈ atherosclerotic plaque either they reduce or narrow the lumen. ഇൻ കേസ് ഇതിപ്പം റപ്ചറായി എന്ത് സംഭവിക്കും? ഇവിടുന്ന് റപ്ചറായി കഴിഞ്ഞാൽ ഇവിടെ ഒരു ബ്ലോക്ക് ഉണ്ടാക്കും. അതാണ് സഡൻ ഒക്ലൂഷൻ. റിസ്ക് ഫാക്ടേഴ്സ് ഓഫ് atherosclerosis. There are 3 different variations. മോഡിഫയബിൾ ആയിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. ദാറ്റ് ക്യാൻ ബി ചേഞ്ച്ഡ്. ദെൻ ട്രീറ്റഡ് ആണ്. നോൺ മോഡിഫയബിൾ എന്ന് പറയുമ്പം ട്രീറ്റ്മെൻറ്റിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. ദെൻ അഡീഷണൽ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. മോഡിഫയബിൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ഹൈപ്പർ ലിപ്പിഡീമിയ എന്ന് പറയുമ്പോൾ എന്താ? ലിപ്പിഡിൻ്റെ ലെവൽ കൂടുക. ലിപ്പിഡ് എന്ന് പറയുമ്പം LDLൻ്റെ ലെവൽ, HDL അല്ല. HDL കൂടിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അതെറോസ്ക്ലെറോസിസ് വരില്ലല്ലോ. HDLൻ്റെ ഫങ്ഷൻ എന്താ? HDL എന്ന് പറയുമ്പം ദേ ക്യാരി ലിപ്പിഡ്സ് ഓർ കൊളസ്ട്രോൾസ് ഫ്രം പെരിഫറി ടു ലിവർ ആണല്ലേ. ഇപ്പോൾ ലിവറിലാണല്ലോ മെറ്റബോളിസം നടക്കുന്നത് കൊളസ്ട്രോളിൻ്റെയൊക്കെ. അതുകൊണ്ട് തന്നെ HDL കൂടിയിട്ടുണ്ടെങ്കിൽ അതെറോസ്ക്ലെറോസിസ് വരില്ല. സോ LDL കൂടിയിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും? ഇത് ലിവറിൽ നിന്നിട്ടും അല്ലെങ്കിൽ ഓർഗൻസിൽ നിന്നിട്ട് പെരിഫറിയിലേക്കാണ് കൊളസ്ട്രോളിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. സോ LDL ലെവലിൽ കൂടിയിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും? ഹൈപ്പർ ലിപ്പിഡീമിയ വരും. ഇത് കൂടുതലും ഡയറ്റ് റിലേറ്റഡ് ആണ് ഹൈപ്പർ ലിപ്പിഡീമിയ. ദെൻ ഡയബറ്റിക് മെലിറ്റസ് മാത്രം വന്നിട്ടുണ്ടെങ്കിൽ അതെറോസ്ക്ലെറോസിസ് ഒന്നും വരില്ല. ഡയബറ്റിക് മെലിറ്റസ് അസോസിയേറ്റഡ് വിത്ത് ഹൈപ്പർ കൊളസ്ട്രോളീമിയ വരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? അതെറോസ്ക്ലെറോസിസ് ഉണ്ടാകുന്നത്. ദെൻ ഹൈപ്പർ ടെൻഷൻ. അതുകൂടാതെ അനദർ മോഡിഫയബിൾ ആയിട്ടുള്ള റിസ്ക് ഫാക്ടറാണ് സിഗരറ്റ് സ്മോക്കിംഗ്. ഇത് 4 മോഡിഫയബിൾ ആയിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ്: ഹൈപ്പർ ലിപ്പിഡീമിയ, ഡയബറ്റിക് മെലിറ്റസ്, ഹൈപ്പർ ടെൻഷൻ, സിഗരറ്റ് സ്മോക്കിംഗ്. നൗ നോൺ മോഡിഫയബിൾ എന്ന് പറയുമ്പോൾ ദേ കനോട്ട് ബി ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നല്ല, ഒരു ലിമിറ്റ് ഉണ്ട് ട്രീറ്റ്മെൻറ്റിനൊക്കെ. കംപ്ലീറ്റ്ലി ക്യൂർ ഉണ്ടാവില്ല. അതിന് എക്സാമ്പിളാണ് ജനറ്റിക് അബ്നോർമാലിറ്റീസ്. എന്തെങ്കിലും ഒരു ജനറ്റിക് അബ്നോർമാലിറ്റീസ് ലൈക്ക് ഒരു പേരൻസ് ഹാവ് എ ഹിസ്റ്ററി ഓഫ് ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റിക്സ്, ഹൈപ്പർ ലിപ്പിഡീമിയ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹയർ ചാൻസസ് ആർ ദെയർ ഫോർ കിഡ്.
അപ്പോൾ ഇതാണ് ജനറ്റിക് അബ്നോർമാലിറ്റി ആയിട്ട് പറയുന്നത്. അതുകൂടാതെ ഇൻക്രീസ് ആസ് ഏജ് അഡ്വാൻസസ് അത്തറോസ്ക്ലിറോസിസിൻ്റെ ചാൻസസ് കൂടുതലാണ്. ഫാമിലി ഹിസ്റ്ററി നേരത്തെ പറഞ്ഞ പോലെ. ഇതുകൂടാതെ മെയിൽസിലാണ് ഏറ്റവും കൂടുതൽ. ബിക്കോസ് ഈസ്ട്രോജൻ ഒരു പ്രൊട്ടക്റ്റീവ് റോൾ ഉണ്ട്. ദാറ്റ്സ് വൈ മെയിൽസിന് ഏറ്റവും കൂടുതൽ അത്തറോസ്ക്ലിറോസിസ് വരാനുള്ള ചാൻസ്. ബട്ട് പോസ്റ്റ് മെൻസ്ട്രൽ വുമൻസിനും ചാൻസസ് കൂടുതലാണ്. In addition to these factors, there are several other risk factors like inflammation, then C-reactive protein level raise ചെയ്തിട്ടുണ്ടെങ്കിൽ, അതുകൂടാതെ ഹൈപ്പർ ഹോമോസിസ്റ്റീനിമിയ, മെറ്റബോളിക് സിൻഡ്രോംസ്, lipoprotein A, increased procoagulant level, inadequate physical activity, stressful life, obesity, alcohol. ഇതൊക്കെയാണ് റിസ്ക് ഫാക്ടർ ഫോർ അതെറോസ്ക്ലിറോസിസ്. അഡീഷണൽ റിസ്ക് ഫാക്ടേഴ്സ് നമ്മളൊന്ന് ഊഹിച്ചിട്ടുണ്ടെങ്കിൽ എഴുതാൻ പറ്റും. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത് മോഡിഫയബിൾ ആയിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഹൈപ്പർ ലിപ്പിഡീമിയ, ഡയബറ്റിക് മെലിറ്റസ്, ഹൈപ്പർ ടെൻഷൻ, സിഗരറ്റ് സ്മോക്കിംഗ്, ഇതൊക്കെ. പെത്തോജെനസിസ്. ഇത് അതെറോമയുടെ വേറൊരു പിക്ചറാണ്. ഞാൻ അത് കുറച്ച് നന്നായിട്ട് കാണാം. ക്ലിയർലി ഡിമാർക്കേറ്റഡ് ആയിട്ടുള്ള ബൗണ്ടറീസ് ഓർ ബോർഡേഴ്സ് നല്ല ക്ലിയറായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുകൂടാതെ നാരോയിങ് കുറച്ചും കൂടെ പ്രോപ്പറായിട്ട് ഈ പിക്ചറിൽ കാണിക്കുന്നുണ്ട്. വളരെ നാരോ ആയിട്ട് ഇതിലൂടെ ആയിരിക്കും ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത്. ഇൻ കേസ് ഓഫ് എനി ഒക്ലൂഷൻസ്, ഇവിടെ എന്തെങ്കിലും ഒരു സംഭവം നടന്നിട്ട് ഇൻ കേസ് ഈ ഒരു ഇത്രയും പ്ലാഗ് ഇവിടുന്ന് അടന്നു പോകാമെന്ന് വിചാരിച്ചു, അങ്ങനെ ഇവിടെ ഒന്ന് ഒക്ലൂഡ് ആവാമല്ലോ. ഇങ്ങനെ ഒക്ലൂഡ് ആകുമ്പോഴത്തേക്കും സഡൻ ഒക്ലൂഷൻ ഉണ്ടാക്കും ബ്ലഡ് ഫ്ലോയ്ക്ക്. ഇതാണ് പാത്തോജെനസിസ് ഓഫ് അതെറോസ്ക്ലിറോസിസ്. ഈ പിക്ചർ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് മുമ്പ് ആദ്യം ഇതിൻ്റെ കൺസെപ്റ്റ് ഒന്ന് നോക്കാം. പാത്തോജെനസിസ് അത് ഫസ്റ്റ് വൺ എൻഡോത്തീലിയൽ ഇഞ്ചുറി ആൻഡ് ഡിസ്ഫങ്ഷൻ ആണ്. എൻഡോത്തീലിയൽ ഇഞ്ചുറി ആൻഡ് ഡിസ്ഫങ്ഷൻ എന്ന് പറയുമ്പോൾ എന്താ, എന്തെങ്കിലും എൻഡോത്തീലിയൽ ഇഞ്ചുറി സംഭവിക്കുമ്പോൾ ആദ്യം എന്ത് പറ്റും, ഈ ലുക്കോസൈഡ്സ് ഒക്കെ റിക്രൂട്ട് ചെയ്യും. അങ്ങനെ ലുക്കോസൈഡ് എന്ത് ചെയ്യും, അഡോഷൻ സംഭവിക്കും. ലുക്കോസൈഡ് അഡോഷൻ മാത്രമല്ല, ദർ വിൽ ബി ആൻ ഇൻക്രീസ്ഡ് വാസ്കുലർ പെർമിയബിലിറ്റി. വാസ്കുലർ പെർമിയബിലിറ്റി ഉണ്ടെങ്കിലല്ലേ ലുക്കോസൈഡ്സിന് ഇൻറ്റിമിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ. അത് നടക്കും. ദെൻ മൂവ്മെൻറ്റ് ഓഫ് LDL അക്രോസ് ദി എൻഡോത്തീലിയം. എൻഡോത്തീലിയത്തിൻ്റെ ഉള്ളിലേക്ക് LDL ആദ്യം കടന്നു. ഒരു ഇഞ്ചുറി, എൻഡോത്തീലിയൽ ഇഞ്ചുറി സംഭവിക്കുമ്പോൾ എന്ത് പറ്റും, ഇവിടെ പടം കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഈ പടത്തിൽ നമുക്ക് കാണാം. ഇതാണ് LDL. ഇവിടെ ഇപ്പോൾ എൻഡോത്തീലിയൽ ഇഞ്ചുറി സംഭവിച്ചു. LDL ഏറ്റവും ചെറിയ പാർട്ടിക്കിൾസ് ആണ്. അതുകൂടാതെ ഇപ്പോൾ ഇഞ്ചുറി സംഭവിക്കുമ്പോഴത്തേക്ക് ഇവിടുത്തെ വാസ്കുലർ പെർമിയബിലിറ്റി കൂടുതലായിരിക്കും ഈ ലുക്കോസൈഡ്സിനൊക്കെ കടന്നു പോകാൻ വേണ്ടിയിട്ട്. ആ ഒരു സ്പേസിൽ കൂടി LDL എന്ത് ചെയ്യും, ഇൻറ്റിമയിലേക്ക് എത്തും ആൻഡ് എൻഡോത്തീലിയത്തിലേക്ക് എത്തും. അങ്ങനെ പ്ലേറ്റ്ലെറ്റ് അഡ്ഹേഷൻ ആൻഡ് ത്രോംബോസിസ് സംഭവിക്കും. ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും, അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലേറ്റ്ലെറ്റ് അഡ്ഹേഷൻ ആൻഡ് ത്രോംബോസിസ് വരും. നോ മൈഗ്രേഷൻ ഓഫ് മോണോസൈറ്റ്സ് ഇൻ ടു ലൂമൻ. ഇപ്പം ലൂമനിൽ മോണോസൈറ്റ്സിന് മൈഗ്രേഷൻ സംഭവിക്കാൻ പോവുക. ഫസ്റ്റ് ഈ മോണോസൈറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താ, ലൂക്കോസൈറ്റ്സ് തന്നെയാണല്ലേ. സോ ദീസ് ലൂക്കോസൈറ്റ്സ് ആർ T and B ലിംഫോസൈറ്റ്സ് ആണ് കേട്ടോ. ലൂക്കോസൈറ്റ്സ് ഈ മോണോസൈറ്റ്സ് എന്ന് പറയുമ്പോൾ ലൂക്കോസൈറ്റ്സ് പെട്ട T and B ലിംഫോസൈറ്റ്സ് ഉണ്ട്. ആൻഡ് ദേ ഇനീഷ്യേറ്റ് അതെറോമ ഫോർമേഷൻ. ഇതുകൂടാതെ എന്ത് സംഭവിക്കും, ലൂക്കോസൈറ്റ്സ് റിലീസ് ചെയ്യും കീമോകൈൻസ്. കീമോകൈൻസ് എന്ത് ചെയ്ത് അലോ പെനിട്രേഷൻ ഓഫ് മോണോസൈറ്റ്സ് ആൻഡ് ലിംഫോസൈറ്റ്സ്. ആൻഡ് എന്ത് സംഭവിക്കും, ഈ മോണോസൈറ്റ്സ് വിൽ ബി കൺവേർട്ടഡ് ടു ദി മാക്രോഫേജ്. സോ എന്ത് പറ്റും, മൈഗ്രേഷൻ ഓഫ് മോണോസൈറ്റ്സ് ഇൻ ടു ദി ലൂമൻ. ആദ്യം പറഞ്ഞത് എൻഡോത്തീലിയൽ ഇഞ്ചുറി സംഭവിച്ചു. LDL ഇപ്പം ഈ എൻഡോത്തീലിയത്തിനുള്ളിൽ വന്നു, ഇൻറ്റിമയിൽ ഇപ്പോൾ LDL കയറി. നെക്സ്റ്റ് എന്ത് സംഭവിക്കും, ഈ T and B ലിംഫോസൈറ്റ്സ് ഉണ്ടല്ലോ, അവർ ഈ ലൂക്കോസൈറ്റ്സ് ഒക്കെ ഈ ഇൻറ്റിമേൻ അകത്തുള്ള ഈ B and T ലിംഫോസൈറ്റ്സ് ഒക്കെ ഇനീഷ്യേറ്റ് ചെയ്യും. അങ്ങനെ ഇനീഷ്യേറ്റ് ചെയ്തിട്ട് ഇവർ അതെറോമ ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. നെക്സ്റ്റ് ഈ ലൂക്കോസൈറ്റ്സ് ഈ B and Tനെ ഇനീഷ്യേറ്റ് ചെയ്യാൻ മാത്രമല്ല, ദേ ഓൾസോ റിലീസസ് കീമോകൈൻസ്. ഈ കീമോകൈൻസ് എന്ത് ചെയ്യും, ദേ അലോ പെനിട്രേഷൻ ഓഫ് മോണോസൈറ്റ്സ് ആൻഡ് ലിംഫോസൈറ്റ്സ്. കൂടുതൽ ലിംഫോസൈറ്റ്സിനെയും ഈ ഒരു ഏരിയയിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി ഇവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കൂടുതൽ റിക്രൂട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, മോണോസൈറ്റ്സ് അല്ലല്ലോ ഇവിടെ ആക്ട് ചെയ്യേണ്ടത്. മോണോസൈറ്റ്സ് വിൽ ബി കൺവേർട്ടഡ് ടു മാക്രോഫേജ്. എന്നിട്ട് ഇവർ ഫാഗോസൈറ്റോസ് ചെയ്യും. ഓക്കെ, നൗ ലിപ്പിഡ് അക്യുമുലേഷൻ ഇൻ ദി ലൂമൻ. നമ്മൾ പറഞ്ഞിരുന്നു, ഈ കാണുന്ന പടം കാണുന്നില്ലേ, ഇതിനകത്തേക്ക് ഇൻറ്റിമയിലേക്ക് ഇപ്പോൾ LDL കുറേ കയറി വന്നിട്ടുണ്ട്. ഇങ്ങനെ LDL കുറേ കയറി വരുമ്പം ദേ ആർ ലിപ്പിഡ്സ്. സോ ഇവിടെ ലിപ്പിഡ് അക്യുമുലേഷൻ സംഭവിക്കും ലൂമനിൽ. സോ LDL ഇൻക്രീസ് ഇൻ ദി ഇൻറ്റിമ, ഇറ്റ് അണ്ടർഗോ ഓക്സിഡേഷൻ. ഇൻറ്റിമയിൽ LDL ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, ബട്ട് ഇത് ഓക്സിഡൈസ്ഡ് ആയിട്ട്, എന്തുകൊണ്ട് ഈ ഓക്സിഡൈസ്ഡ് ആവുന്നത്, ഫ്രീ റാഡിക്കൽസ് ഉള്ളത് കൊണ്ട് ഇത് ഓക്സിഡൈസ്ഡ് ആവും ഫ്രം മോണോസൈറ്റ്സ് ആൻഡ് മാക്രോഫേജ് ആൻഡ് ഡാമേജസ് എൻഡോത്തീലിയം. ഓക്കെ, സോ ഇത് ഈ LDL ഓക്സിഡൈസ്ഡ് ആയിട്ട് എൻഡോത്തീലിയത്തിന് കൂടുതൽ ഇഞ്ചുറീസോ കൂടുതൽ ഡാമേജ് സംഭവിക്കും. അങ്ങനെ ഈ മോണോസൈറ്റ്സ് മാക്രോഫേജ് ഉണ്ടല്ലോ, ഇവർ ഫാഗോസൈറ്റോസിസ് എന്നവരാണല്ലോ, ദേ എൻഗൾഫ് ദീസ് പാർട്ടിക്കിൾസ്. ഓക്സിഡൈസ്ഡ് LDLനെ ഇവർ എൻഗൾഫ് ചെയ്യും. അങ്ങനെ ഇവർ ഫോം സെൽസ് ഉണ്ടാക്കും. ദാറ്റ് ഈസ് ഫോർമേഷൻ ഓഫ് ഫോം സെൽസ് ആൻഡ് ആക്ടിവേഷൻ ഓഫ് മാക്രോഫേജ്.
സോ വാട്ട് ഹാപ്പൻസ് ഹിയർ? ഇവിടെ മാക്രോഫേജ് ഉണ്ട്. ദേ എൻഗൾഫ്ഡ് ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള, വെറും എൽ ഡി എൽ അല്ല, ഓക്സിഡൈസ്ഡ് എൽ ഡി എൽ. ആൻഡ് ദേ മേക്ക് എ ഫോം സെൽ. ഈ ഓക്സിഡൈസ്ഡ് എൽ ഡി എൽ മാക്രോഫേജിൻ്റെ ഉള്ളിൽ ഉള്ള സമയത്ത് ഇവരെ വിളിക്കുന്ന പേരാണ് ഫോം സെൽസ്. അവർ ഫോം സെല്ലായിട്ട് മാറും ബിക്കോസ് ഓഫ് ദെയർ ഫോമി സൈറ്റോപ്ലാസം. ഈ ഫോം സെൽ എന്ത് ചെയ്യും? അണ്ടർഗോ അപ്പോപ്റ്റോസിസ്. അപ്പോപ്റ്റോസിസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ദേ ആർ പ്രോഗ്രാംഡ് സെൽ ഡെത്ത്. സോ അപ്പോപ്റ്റോസിസ് സംഭവിക്കുമ്പോൾ ദേ റിലീസസ് ദി ലിപ്പിഡ്. ഈ മാക്രോഫേജ് വീണ്ടും പൊട്ടിപ്പോയിട്ട് ലിപ്പിഡ്സ് ഉള്ളിൽ ഇപ്പോൾ കളക്ട് ചെയ്ത് ഓക്സിഡൈസ്ഡ് എൽ ഡി എൽ എന്ത് പറ്റും? റിലീസ് ചെയ്യും. ആൻഡ് എഗെയിൻ ദേ ഫോം അത്തറോമാറ്റസ് പ്ലേഗ്. ദിസ് ഈസ് വാട്ട് ഹാപ്പൻസ്. ഇത് മാത്രമല്ല, ഈ ഓക്സിഡൈസ്ഡ് എൽ ഡി എൽ ഉണ്ടല്ലോ, ദേ കോസസ് ഡാമേജസ് ടു ഇപ്പോൾ റിലീസ് ആയിട്ടുള്ള ഓക്സിഡൈസ്ഡ് എൽ ഡി എൽ അല്ലെങ്കിൽ ഇൻറ്റിമയിലുള്ള ഓക്സിഡൈസ്ഡ് എൽ ഡി എൽ. ദേ കോസസ് ഡാമേജസ് ടു ദി സ്മൂത്ത് മസിൽ സെൽസ് ആൻഡ് എൻഡോത്തീലിയം. അതുകൂടാതെ ദേ റിലീസസ് സൈറ്റോകൈൻസ്, കീമോകൈൻസ്, റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ്, ഗ്രോത്ത് ഫാക്ടേഴ്സ്, എക്സെട്ര. നെക്സ്റ്റ് പെത്തോജെനിസിസ് എന്ന് പറഞ്ഞാൽ എന്താ? ദേ വിൽ മൈഗ്രേഷൻ ഓഫ് സ്മൂത്ത് സെൽസ് ഇൻ ടു ദി ലൂമൻ. ഇത്ര നേരം ഇവിടെ ആയിരുന്നു സ്മൂത്ത് സെൽസ് ഉണ്ടായിരുന്നത്. ഇതാണ് ലൂമൻ. ഓക്കെ, ഇത് ഇൻറ്റിമ. ഓക്കെ, ഇത് ഇൻറ്റിമ, ഇത് ലൂമൻ. ഇനി എന്ത് സംഭവിക്കുന്നത്? ഇവിടെയാണ് ഇപ്പോൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നടന്നത്. ഇവിടെ ഒരു ഫോം സെൽസ് ഉണ്ടായി, എന്തൊക്കെ ഉണ്ടായി? ലിപ്പിഡ് അക്യുമുലേറ്റ് ചെയ്തു, ഓക്സിഡൈസ് എൽ ഡി എൽ ഫോം ചെയ്തു, എൽ ഡി എൽ വീണ്ടും അത്തറോമാറ്റസ് ഫോമേഷൻ നടത്തി. അതുകൂടാതെ ആദ്യം തന്നെ ടി ആൻഡ് ബി ലിംഫോസൈറ്റ്സ് എന്ന അത്തറോമാറ്റസ് ഫ്ലാഗ് ഉണ്ടാക്കിയിരുന്നു. ഇപ്പം എന്താ സംഭവിച്ചാൽ ഇവിടെ കിടന്ന സ്മൂത്ത് സെൽസ് ഉണ്ടല്ലോ, ഇവർ ഇൻറ്റിമയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, ലൂമനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ബൈ ദ ഗ്രോത്ത് ഫാക്ടേഴ്സ് ഫ്രം ആക്ടിവേറ്റഡ് പ്ലേറ്റ്ലെറ്റ്സ്, മാക്രോഫേജ് ആൻഡ് എൻഡോത്തീലിയൽ സെൽസ്, ദ ഫെസിലിറ്റേറ്റ് ഇൻ ദ മൈഗ്രേഷൻ ഓഫ് സ്മൂത്ത് സെൽസ് ഇൻ ദ ലൂമനിലേക്ക് ഫെസിലിറ്റേറ്റ് ചെയ്യും ബിക്കോസ് ഓഫ് ദിസ് ഗ്രോത്ത് ഫാക്ടേഴ്സ്. ആൻഡ് ഈ ഗ്രോത്ത് ഫാക്ടർ കാരണമാണിത് ലൂമനിലേക്ക് പോകുന്നത് എങ്കിലും ഈ ഗ്രോത്ത് ഫാക്ടർ മാത്രമായിട്ട് കാര്യമില്ല. ദേ ആർ ആക്ടിവേറ്റഡ് ബൈ പ്ലേറ്റ്ലെറ്റ്സ്, മാക്രോഫേജ് ആൻഡ് എൻഡോത്തീലിയൽ സെൽസ്. Smooth muscle cells proliferates in the intima and extracellular matrix production by ഈ ഗ്രോത്ത് ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, PDGF, FGF, TGF alpha and സ്മൂത്ത് മസിൽ സെൽസ് ഒക്കെ എന്ത് ചെയ്യും? ദേ എൻഗൾഫ് ഓക്സിഡൈസ്ഡ് എൽ ഡി എൽ. ഈ സ്മൂത്ത് മസിൽ സെൽസ് ലൂമനിൽ എത്തിയത് എന്തിനാ? വെറുതെ എത്തിയതല്ല. ഓക്സിഡൈസ്ഡ് എൽ ഡി എൽ ഈ മാക്രോഫേജ് റിലീസ് ചെയ്തു. അങ്ങനെ കുറേ ഓക്സിഡൈസ്ഡ് എൽ ഡി എൽ ഇപ്പോൾ ലൂമനിലുണ്ട്. അപ്പോൾ അവരെ എൻഗൾഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്മൂത്ത് മസിൽ സെൽസ് ലൂമനിലേക്ക് എത്തിയത്. അങ്ങനെ ഇവരെന്ത് ചെയ്യും? ഓക്സിഡൈസ്ഡ് എൽ ഡി എല്ലിനെ വീണ്ടും ഇവർ എൻഗൾഫ് ചെയ്യും. ഈ ഓക്സിഡൈസ്ഡ് എൽ ഡി എൽ എൻഗൾഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും? സൈറ്റോപ്ലാസം ബിക്കം ഫോമി. സോ ആ ഫോമി സൈറ്റോപ്ലാസം ഉള്ള സെൽസിനെ വിളിക്കുന്ന പേരാണ് ഫോം സെൽസ്. ദേ ബിക്കം എ ഫോം സെൽസ്. നോ ലിപ്പിഡ് അക്യുമുലേഷൻ. ഇപ്പം എന്താ സംഭവിച്ചേ? സ്മൂത്ത് മസിൽ സെൽസിനകത്തും ഓക്സിഡൈസ്ഡ് എൽ ഡി എൽ ആയി, അതുപോലെ തന്നെ കുറച്ച് മാക്രോഫേജിൽ ഓക്സിഡൈസ്ഡ് എൽ ഡി എൽ ഉണ്ട്. അങ്ങനെ രണ്ടുപേരും ഫോം സെൽസായിട്ട് മാറിയിരിക്കുക. ലിപ്പിഡ് അക്യുമുലേഷൻ, ബോത്ത് ഇൻട്രാസെല്ലുലാർ ആൻഡ് എക്സ്ട്രാ സെല്ലുലാർ അക്യുമുലേഷൻ ഓഫ് ലിപ്പിഡ് സംഭവിക്കും. ഇൻട്രാസെല്ലുലാർ എന്ന് പറയുമ്പോൾ എന്താ? മാക്രോഫേജിൻ്റെ സ്മൂത്ത് മസിൽ സെൽസിൻ്റെ ഉള്ളിൽ ലിപ്പിഡ് അക്യുമുലേറ്റ് ചെയ്തു. എക്സ്ട്രാ സെല്ലുലാർ എന്ന് പറയുമ്പോൾ പ്രസൻസ് ഓഫ് ഹൈപ്പർ കൊളസ്ട്രോളീമിയയുടെ പ്രസൻസിൽ എന്ത് പറ്റും? ഇൻസുലേഷൻ ഫ്രം ദി വെസൽ ലൂമൻ ആൻഡ് ഫ്രം ദി നെക്രോട്ടിക് ഫോം സെൽ സംഭവിക്കും. ഓക്കെ, that patient is already having cholesterol, hyper cholesterol എക്സ്ട്രാ സെല്ലുലർലി എന്തുണ്ടാവും? കൂടുതലായിട്ട് ഈ ഫോം സെൽസ് കാണപ്പെടും, നെക്രോട്ടിക് ആയിട്ടുള്ള ഫോം സെൽസ് കാണപ്പെടും. ഇത്രേ ഉള്ളൂ. സോ കൊളസ്ട്രോൾ അപ്പിയേഴ്സ് ഇൻ ദ പ്ലാഗ് ഡ്യൂ ടു ദി ഇംബാലൻസ് ബിറ്റ്വീൻ ദി ഇൻഫ്ലക്സ് ആൻഡ് ഇഫ്ലക്സ് ഇൻ ദീസ് പേഷ്യൻസ്. ഹൈപ്പർ കൊളസ്ട്രോളീമിയ ഉള്ളൊരു പേഷ്യൻറ്റിന് കൊളസ്ട്രോൾ പ്ലാഗ് എന്തുകൊണ്ട് ഉണ്ടാകുന്നത്? ഡ്യൂ ടു ഇംബാലൻസ് ബിറ്റ്വീൻ ഇൻഫ്ലക്സ് ആൻഡ് ഇഫ്ലക്സ്. ഈ HDL എന്ത് ചെയ്യും? ദേ എക്സ്ക്രീറ്റ് കൊളസ്ട്രോൾ ത്രൂ ലിവർ, ബട്ട് LDL they are not excreting cholesterol through the liver. now നമുക്ക് ആ പടം ഒന്ന് നോക്കാം അല്ലേ? ഇപ്പോൾ ഈ പടം കണ്ടാൽ കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടുന്നില്ലേ? ആദ്യം എന്ത് സംഭവിച്ചു? ഇവിടെ ഒരു എൻഡോത്തീലിയൽ ഇഞ്ചുറി സംഭവിച്ചിരിക്കുക. ഇവിടെ എൻഡോത്തീലിയൽ ഇഞ്ചുറി സംഭവിക്കുമ്പോൾ എന്ത് പറ്റും? സ്വാഭാവികമായിട്ടും അവിടേക്ക് കുറേ ലൂക്കോസൈഡ്സിൻ്റെ അഡ്ഹഷൻ സംഭവിക്കും. ലൂക്കോസൈഡ്സ് അഡ്ഹസീവല്ലോ. അപ്പോൾ ഇവിടെ കുറേ ലൂക്കോസൈഡ് അഡ്ഹസീവ് ചെയ്യാൻ മാത്രമല്ല ഇവിടുത്തെ വാസ്കുലർ പെർമിയബിലിറ്റി ഒക്കെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ പെർമിയബിലിറ്റി കൂട്ടുന്ന എന്തിനാണ്? എൻഡോത്തീലിയൽ ഇഞ്ചുറി സംഭവിക്കുമ്പം ഈ എന്തൊക്കെയാണ് ലൂക്കോസൈഡ്സ് ഇവർക്കൊക്കെ പാസ് ചെയ്തിട്ട് ഇഞ്ചുറീസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാസ്കുലർ പെർമിയബിലിറ്റി കൂടുന്നത്. പക്ഷേ ആ ഒരു പെർമിയബിലിറ്റി കൂട്ടിയപ്പോഴത്തേക്കും ഈ LDL ഉണ്ടല്ലോ, ഈ LDLs ഒക്കെ പുറത്തിങ്ങനെ ബ്ലഡ് വെസൽസിൽ പാസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന LDL ഇതിനകത്തേക്ക് കയറും, ലൂമനിലേക്ക് കയറും. ലൂമനല്ല, ഇൻറ്റിമയിലേക്ക് കയറും. അങ്ങനെ ഇതാണ് ലൂമൻ എന്ന് വെച്ചാൽ ബ്ലഡ് പാസ് ചെയ്യുന്ന സ്ഥലം. ഇൻറ്റിമ എന്ന് പറയുമ്പോഴത്തേക്കും ആർട്ടറിയുടെ വോളിൻ്റെ ലെയറാണ്. ഓക്കെ, ഈ എൻഡോത്തീലിയത്തിൽ കൂടെ ഇത് ഇൻറ്റിമയിലേക്ക് കയറും. ഇൻറ്റിമയിൽ പോയിട്ട് കുറേ LDL ഇവിടെ നിൽക്കും.
ഇങ്ങനെ കുറേ എൽ ഡി എല്ലിലൂടെ നിൽക്കുമ്പോൾ എന്ത് പറ്റും? ഇഞ്ചുറി സംഭവിച്ചപ്പോൾ കുറേ മോണോസൈറ്റ്സും മാക്രോഫേജും ഒക്കെ വന്നതാണ്. അതുപോലെ വീണ്ടും കുറേ മോണോസൈറ്റ്സ് ഒക്കെ വന്നിട്ട് എന്ത് സംഭവിക്കും? ഉള്ളിലേക്ക് കയറും മോണോസൈറ്റ്സ്. ഡയാപെഡിസിസ് വഴി ഉള്ളിൽ കയറിയ മോണോസൈറ്റ്സ് എന്ത് ചെയ്യും? മാക്രോഫേജായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഈ എൽ ഡി എല്ലിനെയൊക്കെ കഴിക്കും. ഈ എൽ ഡി എല്ലിനെ ഇവർ കഴിച്ചു. പക്ഷേ ഈ അങ്ങനെ ഇവർ ചുമ്മാ ഈ എൽ ഡി എല്ലിനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ദേ ബിക്കം അത്രോമാറ്റസ് പ്ലേഗ് ഇവർ ഡെവലപ്പ് ചെയ്യും. അത്ര നടക്കത്തുള്ളൂ. ടി എൻ ബി ലിംഫോസൈറ്റ്സ് വന്നിട്ട് ഈ എൽ ഡി എൽസിനെ എൻഗൾഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ദേ ജസ്റ്റ് എൻഗൾഫ് ചെയ്യല്ല, റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ദേ ജസ്റ്റ് മേക്ക് എൻ അത്രോമാറ്റസ് പ്ലേഗ്. അത്രേ ഉള്ളൂ. അതുകൂടാതെ ഇവർ ലുക്കോസൈറ്റ്സ് കുറേ റിലീസ് ചെയ്യുകയും ചെയ്യും. കുറേ കീമോകൈൻസിനെ റിലീസ് ചെയ്യും. കാരണം കൂടുതൽ മോണോസൈറ്റ്സ്, കൂടുതൽ ലിംഫോസൈറ്റ്സ് ഈ ഒരു ഏരിയയിലേക്ക് എത്താൻ വേണ്ടി കുറേ കീമോകൈൻസ് അട്രാക്റ്റൻസ് ആണല്ലോ, കെമിക്കൽ അട്രാക്റ്റൻസിനെ കൂടുതൽ ഇവർ റിലീസ് ചെയ്യും. ആൻഡ് ഈ മാക്രോഫേജ് ഉണ്ടല്ലോ, ഇവിടുത്തെ എൽ ഡി എൽ എന്ത് ചെയ്യും? കൂടുതൽ നേരം ഇങ്ങനെ ടിഷ്യൂവിനകത്ത് നിൽക്കുമ്പോഴത്തേക്കും ദേ ബിക്കം ഓക്സിഡൈസ്ഡ്. അങ്ങനെ ഓക്സിഡൈസ്ഡ് എൽ ഡി എൽ ആയിട്ട് മാറും. ഈ ഓക്സിഡൈസ്ഡ് എൽ ഡി എല്ലിനെ ഈ മോണോസൈറ്റ് കൺവേർട്ട് ചെയ്ത് മാക്രോഫേജ് ആയി. ഈ മാക്രോഫേജ് എൻഗൾഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദേ ബിക്കം എ ഫോം സെൽ. ആസ് ഹിയർ യു ക്യാൻ സീ ഫോം സെൽസ്. അതുകൂടാതെ ഇവരെന്ത് ചെയ്യുന്നുണ്ട്? കുറേ സൈറ്റോകൈൻസിനെയൊക്കെ റിലീസ് ചെയ്യുന്നുണ്ട്. കണ്ടോ ഇവിടെ ടി ലിംഫോസൈറ്റ്സ് എന്ത് ചെയ്യും? കൂടുതൽ സൈറ്റോകൈൻസിനൊക്കെ റിലീസ് ചെയ്തിട്ട് ഓൾറെഡി ഇവിടെ ഫോം സെൽസ് ഉണ്ടാക്കിയല്ലോ. ഫോം സെൽസ് ഉണ്ടാക്കിയപ്പോഴത്തേക്കും ഈ ഫോം സെല്ലിൽ നിന്ന് ഇവർ വീണ്ടും പൊട്ടും. ഫോം സെല്ല് വീണ്ടും പൊട്ടിയിട്ട് ഇവരെല്ലാവരും തിരിച്ചിറങ്ങും. അങ്ങനെ ഇങ്ങനെ തിരിച്ചിറങ്ങുമ്പോഴത്തേക്കും ഇവർ കൂടുതൽ ഡാമേജ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഈ ഒരു ഭാഗത്ത് എൻഡോത്തീലിയത്തിന്. അതുകൂടാതെ ഇവർ കുറച്ച് ഫാക്ടേഴ്സിനൊക്കെ പ്രൊമോട്ട് ചെയ്യും. സൈറ്റോകൈൻസിനെ ഉണ്ടാക്കുന്നുണ്ട്, പ്രൊഡക്ഷൻ കൂട്ടുന്നുണ്ട്, കീമോകൈൻസ് ഉണ്ടാക്കുന്നുണ്ട്, ദെൻ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ്, ഗ്രോത്ത് ഫാക്ടേഴ്സിനൊക്കെ ഇവരിവിടെ കൂട്ടുന്നുണ്ട് പ്രൊഡക്ഷൻ. അങ്ങനെ എന്ത് ചെയ്യും? ഈ കൂടുതൽ ഗ്രോത്ത് ഫാക്ടേഴ്സ് വരുമ്പോഴത്തേക്കും ഈ സ്മൂത്ത് സെല്ലിനെയൊക്കെ പൊട്ടിച്ച് ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവരും. കണ്ടോ, പ്രോലിഫറേഷൻ ഓഫ് സ്മൂത്ത് സെല്ല് സംഭവിക്കും ഇൻറ്റിമയിലേക്ക്. അത് ഇങ്ങനെ പതുക്കെ ലൂമനിലേക്ക് എത്തും. ഓക്കെ, അങ്ങനെ ഇത് ലൂമനിലേക്ക് ഇൻറ്റിമയുടെ ഈ ഒരു പാർട്ടിലേക്ക് എത്തിക്കഴിയുമ്പോൾ എന്ത് പറ്റും? ഈ സ്മൂത്ത് മസിൽ സെൽസും ഈ ഓക്സിഡൈസ്ഡ് എൽ ഡി എല്ലിനെ അഡ്ഹേഴ്സ് ചെയ്ത് തുടങ്ങും. എൻഗൾഫ് ചെയ്ത് തുടങ്ങും. അങ്ങനെ ഇത് എൻഗൾഫ് ചെയ്തിട്ട് ദേ വിൽ അഗെയിൻ അവർ ബ്രേക്ക് ചെയ്യും, റിലീസ് ചെയ്യും, വീണ്ടും എടുക്കും. ഇതന്നെ സംഭവം. അങ്ങനെ ഇവരും ഫോം സെൽസാണ്, ഇവരും ഫോം സെൽസാണ് അല്ലേ? അങ്ങനെ ഫോം സെൽസ് ഇവിടെ ഉണ്ടായി. ആൻഡ് ദിസ് ഫോം സെൽസ്, ഇന്നത്തെ ലിപ്പിഡ് അക്യുമുലേഷനാണ് സംഭവിച്ചത്. അങ്ങനെ ഇത് ഇൻട്രാസെല്ലുലർലി ലിപ്പിഡ് അക്യുമുലേറ്റ് ആയിട്ടുണ്ട്. ഹൈപ്പർ കൊളസ്ട്രോളീമിയ ഉള്ളൊരാൾക്ക്, കൊളസ്ട്രോൾ ലെവൽ കൂടിയ ഒരാൾക്ക് ഇൻട്രാസെല്ലുലർ മാത്രമായിരിക്കില്ല, എക്സ്ട്രാ സെല്ലുലർലി നെക്രോട്ടിക് ഫോം സെൽസിനെയൊക്കെ കാണാൻ കഴിയും. ബിക്കോസ് ഓഫ് ഇംബാലൻസ് ബിറ്റ്വീൻ ഇഫ്ലക്സ് ആൻഡ് ഇൻഫ്ലക്സ്. എച്ച് ഡി എൽ കൂടുതലുള്ള ഒരാൾക്കാണെങ്കിൽ ഈ പ്രശ്നമില്ല. കാരണം എന്താ? എച്ച് ഡി എൽ എന്താ ചെയ്യുന്നത്? എക്സ്ക്രീറ്റ് ചെയ്യും കൊളസ്ട്രോളിനെ ലിവർ വഴി. സോ എച്ച് ഡി എൽ കൂടുതലുണ്ടെങ്കിൽ ദേ ആർ ഗുഡ് കൊളസ്ട്രോൾസ് റേറ്റ്, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. പക്ഷേ എൽ ഡി എൽ കൂടുതലുണ്ടെങ്കിലോ ഇങ്ങനെ എൽ ഡി എൽ ഇഞ്ചുറീസ് ഒക്കെ സംഭവിക്കുമ്പോഴത്തേക്കും ഇൻറ്റിമയുടെ ഉള്ളിലേക്ക് പാസ് ചെയ്ത് വന്നിട്ട് ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. അത്തറോസ്ക്ലിറോസിസ് പോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. ഈ പിക്ചറിൽ നിന്ന് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ഇതാണ് എൻഡോത്തീലിയം. ഓക്കെ, ഇതാണ് എൻഡോത്തീലിയൽ സെൽസ്. ആൻഡ് ഈ കാണുന്നതാണ് സ്മൂത്ത് മസിൽ സെൽസ്. സ്മൂത്ത് മസിൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെയേ ഉള്ളൂ. പക്ഷേ ഗ്രോത്ത് ഫാക്ടേഴ്സും PDGFും FGF ആൻഡ് TGF ആൽഫ ഒക്കെ വരുമ്പോഴത്തേക്ക് എന്ത് പറ്റും? ഇങ്ങനെ ഈ സ്മൂത്ത് മസിൽ സെൽസ് പ്രോളിഫറേറ്റ് ചെയ്തിട്ട് ഈ ഇൻറ്റിമയിലേക്ക് എത്തും. കണ്ടോ, ഇവിടെ കുറേ സ്മൂത്ത് മസിൽ സെൽസ് പ്രോളിഫറേറ്റ് ചെയ്തിട്ടുണ്ട് ഇൻറ്റിമയിൽ വന്നിട്ട്. ആൻഡ് ഈ കാണുന്നതൊക്കെയാണ് ഫോം സെൽസ്. ഇത് മാക്രോഫേജിൻ്റെ ഫോം സെൽസ് ആണ്. മാക്രോഫേജിൽ മാത്രമല്ല ഫോം സെൽസ് ഉള്ളത്. സ്മൂത്ത് മസിൽ സെല്ലിനകത്തും ഇതേ കൂട്ട് കുറേ എൽ ഡി എൽ ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള LDL അക്യുമുലേറ്റ് ചെയ്തിട്ട് ഇവരും ഉണ്ടാക്കുന്നുണ്ട് ഫോം സെൽസിനെ. ഓക്കെ, ആൻഡ് ദിസ് ഇസ് മാക്രോഫേജ്. ഇതാണ് ഇൻറ്റിമ, ഇതാണ് മീഡിയ ആൻഡ് എക്സ്റ്റേണൽ ലെയർ. ഇതൊക്കെയാണ് ലെയേഴ്സ് ഓഫ് ബ്ലഡ് വെസൽസ്. നമുക്കിവിടെ കാണാം, ഇതാണ് സെല്ലുലാർ ഡെബ്രീസ് ആൻഡ് കൊളസ്ട്രോളൊക്കെ ഇതിനകത്ത് ഇങ്ങനെ അക്യുമുലേറ്റ് ആയി. ആൻഡ് ഇതിൻ്റെ മേളിലേക്കാണ് സ്മൂത്ത് മസിൽ ലെയർ ഇങ്ങനെ ഫോം ചെയ്യും. ഇങ്ങനെ സ്മൂത്ത് മസിൽ ലെയർ ഫോം ചെയ്ത് എന്ത് പറ്റും? ഈ ബ്ലഡ് വെസലിൽ കൂടുതൽ നാരോ ആവും അല്ലേ? നാരോ ആയിട്ട് ഇൻ കേസ് ഇതിങ്ങനെ പുറത്തേക്ക് വന്നത് പൊട്ടിക്കഴിഞ്ഞാൽ ഒക്ലൂഷൻ സംഭവിക്കും. നിങ്ങൾക്കത് ഇവിടെ കാണാം, ഇതൊരു ന്യൂ വാസ്കുലറൈസേഷനാണ്. പുതിയ ബ്ലഡ് വെസൽസ് ഇവിടെ ഫോം ചെയ്യുന്നത്. അങ്ങനെ ഇതിന് ബ്ലഡ് സപ്ലൈ കിട്ടുന്നുണ്ട് കേട്ടോ. ഇവിടെ ന്യൂ വാസ്കുലറൈസേഷൻ കാണാൻ പറ്റും. ഇതൊക്കെ ലിംഫോസൈറ്റ്സ് ആണ്. B and T ലിംഫോസൈറ്റ്സ്, മോണോസൈറ്റ്സ് ഒക്കെ ഉണ്ട് ഇതിനകത്ത്. മോർഫോളജിയിൽ ഗ്രോസ്ലി ദേ ഷോ മൾട്ടിപ്പിൾ സ്മോൾ
Flat yellow lesions in the intima. They coalesce to form a long streak. And microscopically നമുക്ക് എന്ത് കാണാൻ പറ്റും? ലിപ്പിഡ് ഫ്ലൂയിഡ് ഫോമി മാക്രോഫേജ് ഇൻ ഇൻറ്റിമ. ഇൻറ്റിമയിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ലിപ്പിഡ് റിച്ച് ആയിട്ടുള്ള ഒരു ഫോമി മാക്രോഫേജിനെ കാണാൻ പറ്റും. ഫോമി ഫീൽഡ് മാക്രോഫേജിനെ ലിപ്പിഡ് ഫീൽഡ് ആയിട്ടുള്ള ഫോമി മാക്രോഫേജ്. ലിപ്പിഡ് ഫീൽഡ് ആയതുകൊണ്ടാണല്ലോ എന്നെ ഫോമി എന്ന് വിളിക്കുന്നത് അല്ലേ, ഓക്സിഡൈസ്ഡ് എൽ ഡി എല്ലിന് ഫീൽഡ് ആയതുകൊണ്ട്. ദെൻ അത്രോസ്ക്ലെറോട്ടിക് പ്ലേഗ്. ഇത് കൂടുതലായിട്ട് എവിടെയൊക്കെയാണ് കാണുന്നത്? ലോവർ അബ്ഡോമിനൽ അയോട്ടയിൽ കാണും, കൊറോണറി ആർട്ടറീസിൽ കാണും, പൊപ്ലിറ്റിൽ ആർട്ടറീസിൽ കാണും, ഇൻട്രാക്രേനിയൽ ആർട്ടറീസിൽ കാണും, വെസൽസിൽ കാണും, സർക്കുലർ ഫില്ലേഴ്സിൽ കാണും. ആൻഡ് മെയിൻലി ഇത് കാണുന്നത് ഇത് കളർ എന്ന് പറയുന്നത് വൈറ്റ് ഓർ യെല്ലോ, വൈറ്റ് ടു യെല്ലോ കളറാണ് ഇത് നോർമലി കാണുന്നത് വിത്ത് ത്രോംബോസിസ്. ഒരു റെഡിഷ് ബ്രൗൺ കളറായിരിക്കും വിത്ത് ത്രോംബോസിസ് ആണെങ്കിൽ. അല്ലെങ്കിൽ നോർമലി വൈറ്റ് ടു യെല്ലോ ആണ്, വിത്ത് ത്രോംബോസ് ഫോർമേഷൻ ഉണ്ടെങ്കിൽ റെഡ് ടു ബ്രൗൺ കളറിൽ കാണും. ആൻഡ് ഇതിൻ്റെ ഷേപ്പ് വിൽ ബി ഇറഗുലർ വിത്ത് വെൽ ഡിഫൈൻഡ് ബോർഡേഴ്സ്. നമ്മളിപ്പോൾ കണ്ട പടത്തിലൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു, വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ബോർഡേഴ്സാണ്. അതുകൂടാതെ ഇറഗുലർ ആണെങ്കിലും ബട്ട് ദേ ഹാവ് വെൽ ഡിഫൈൻഡ് ബോർഡർ. ഇതിനകത്ത് ഇത് കാണാം, ഇതിൽ കാണാൻ പറ്റുന്നുണ്ട് കണ്ടോ, വളരെ കണ്ടോ ഈ പിക്ചറിൽ ആത്തറോമാറ്റസ് പ്ലാഗ് ഉണ്ട്. ദേ ആർ ഇറഗുലർ ആണ് ബട്ട് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ബോർഡേഴ്സ് ഉണ്ട്. അവിടെ വെൽ ഡിഫൈൻഡ് ആയിട്ട് ബോർഡേഴ്സ് ഉണ്ട് ബട്ട് ദേ ആർ ഇറഗുലർ. ഇതാണ് അത്തറോമാറ്റസ് പ്ലേഗ്. പിന്നെ എന്തൊക്കെയാണ് പറയാനുള്ളത്? ദെൻ ഇതിൻ്റെ കമ്പോസിഷനാണ്. കമ്പോസിഷൻ എന്ന് പറയുമ്പം ദേ ആർ സോഫ്റ്റ് യെല്ലോ ഗ്രാനുലോമസ് കോർ ഓഫ് ലിപ്പിഡ് കവേർഡ് ബൈ എ വൈറ്റ് ഫൈബ്രസ് ക്യാപ്പ്. നമ്മൾ കണ്ടായിരുന്നൊരു ഇപ്പോൾ കണ്ട പിക്ചറിനകത്ത് ഒരു എൻലാർജ്മെൻറ്റ് ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരു ബൾജിങ് ഉണ്ടായില്ലേ, അതൊരു വൈറ്റ് കളർ അല്ലായിരുന്നു, വൈറ്റ് ഫൈബ്രസ് ക്യാപ്പ് ആയിരുന്നു. ഇപ്പോൾ പറഞ്ഞൊക്കെ ഗ്രോസ്ലി എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. ഇനി മൈക്രോസ്കോപ്പിക്കലി ഈ അത്തറോസ്ക്ലെറോസിസ് മൈക്രോസ്കോപ്പിക്കലി ഈ പ്ലേഗ് നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ കാണും? അതിൻ്റെ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പടത്തിൽ കണ്ട കണക്ക് എല്ലാ സാധനങ്ങളും കാണാൻ പറ്റും. എന്തൊക്കെയാണ്? സ്മൂത്ത് മസിൽ സെൽസ്, ഡ്രോയിങ് ഉണ്ടായില്ലേ, സ്മൂത്ത് മസിൽ സെൽസ്, മൈക്രോഫേജസ്, ടി സെൽസ് ഒക്കെ കണ്ടില്ലേ, ഇതെല്ലാം കാണാൻ പറ്റും. കൂടാതെ ഇപ്പോൾ എക്സ്ട്രാ സെല്ലുലർ മാട്രിക്സിൽ നമുക്ക് കൊളാജൻ, ഇലാസ്റ്റിൻ, പ്രോട്ടിയോഗ്ലൈക്കൻസ് എല്ലാം കാണാൻ പറ്റും. ദെൻ ലിപ്പിഡ്സ് കാണാൻ പറ്റും. ലിപ്പിഡ്സ് എക്സ്ട്രാ സെല്ലുലറിലെയും അതുപോലെ ഇൻട്രാ സെല്ലുലർ ആയിട്ടുള്ള ലിപ്പിഡ്സും രണ്ടും കാണാൻ പറ്റും. ഇവിടെ മെയിനായിട്ടും സ്മൂത്ത് മസിൽ സെൽസ്, മാക്രോഫേജ്, ടി സെൽസ് ആണ് മൈക്രോസ്കോപ്പിൽ കാണുന്നത്. ആൻഡ് ഇത് ഏതൊക്കെ റീജൻസിലാണ് കൂടുതലായിട്ട് കാണുന്നത്? സൂപ്പർഫിഷ്യൽ ഫൈബ്രസ് ക്യാപ്പ് ഉണ്ടാകും. Superficial fibrous cap will be formed by collagen and smooth muscles. Whereas necrotic core എന്ന് പറയുമ്പം it will be consist of cholesterols, lipids, forms എല്ലാം കൂടി necrotic core ഉണ്ടാക്കുന്നത്. ആൻഡ് ഷോൾഡർ ഉണ്ടാക്കുന്നത് macrophage, smooth muscle cells and T cells. Complications of atherosclerosis. You can see in this picture എന്തൊക്കെയാണ് കോംപ്ലിക്കേഷൻ. Either it can get ruptured or ulcerated or erosion സംഭവിക്കും. ഇറോഷൻ എന്ന് പറയുമ്പോൾ എന്താ? ജസ്റ്റ് ആ എൻഡോത്തീലിയം ജസ്റ്റ് വാഷ് ഔട്ട് ആവും. ഓക്കെ, ജസ്റ്റ് ഒന്ന് റോസ് ആവും. ദാറ്റ് ഈസ് ഇറോഷൻ. അല്ലെങ്കിൽ ഹെമറേജ് ഇൻ ടു ദി പ്ലേഗ്. അതായത് ഉള്ളിൽ ബ്ലഡ് വെസൽസ് ന്യൂ വാസ്കുലറൈസേഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. പിന്നെ നമുക്ക് കാണാൻ പറ്റും ത്രോംബോസിസ് ആൻഡ് എംബോളിസം. എന്ത് പറ്റും? ഈ പ്ലേഗ് ഇവിടെ നിന്ന് ഡിറ്റാച്ച് ആയിട്ട് ത്രോംബോസിസ് സംഭവിക്കാം, അല്ലെങ്കിൽ അത് എംബോളായിട്ട് മാറാം. പൾമണറി എംബോളിസം, അങ്ങനത്തെ കുറേ എംബോളിസംസ് ഇൻ കേസ് ഇപ്പം ഇത് ലങ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ. ദെൻ ഇത് കൂടാതെ വേറെ എന്തൊക്കെ സംഭവിക്കാം? ഇവിടെ അത്തറോ എംബോളിസംസ് ഉണ്ടാകാം. അന്യൂറിസം ഫോർമേഷൻ, അതുകൂടാതെ കാൽസിഫിക്കേഷൻ. യു ക്യാൻ സീ ഇൻ ദിസ് പിക്ചർ കാൽസിഫിക്കേഷൻ ഉണ്ടോ? ഇങ്ങനെ കാൽസിഫൈഡ് ആവാം. അല്ലെങ്കിൽ ഇതാ അന്യൂറിസം സംഭവിക്കാം, അത്തറോ എംബോളിസം സംഭവിക്കാം. ഓക്കെ, ഇതാണ് നോർമൽ ആർട്ടറി. ഇവിടെ ഫൈബ്രോഫാറ്റി പ്ലേഗ് ഉണ്ടായി. ഇൻ അഡ്വാൻസ്ഡ് സ്റ്റേജിൽ ഇതിനകത്ത് ഏതെങ്കിലും ഒക്കെ ഏതെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ ഇവർക്ക് ഉണ്ടായിരിക്കും. ഫസ്റ്റ് എന്താ? ദ പ്ലേഗ് അണ്ടർഗോ ഫോളോയിങ് ക്ലിനിക്കൽ ഇമ്പോർട്ടൻറ്റ് ചേഞ്ചസ്. ഓക്കെ, വിച്ച് ആർ either they get ruptured, ulcerated or erosion സംഭവിക്കും. ഇവിടെ ഈ പ്ലേഗ് ഉണ്ടല്ലോ, പ്ലേഗ് ലൂമനിൽ എന്ത് ചെയ്യും? ഫസ്റ്റ് ഈ പ്ലേഗ് ഡെവലപ്പ് ചെയ്തു, ലൂമൻ നാരോ ആയി. ഫസ്റ്റ് ദേ കോസസ് ഡിസ്റ്റർബൻസ് ടു ദി ബ്ലഡ് ഫ്ലോ. അങ്ങനെ ബ്ലഡ് ഫ്ലോ ഡിസ്റ്റർബ്ഡ് ആയിക്കഴിഞ്ഞു. ദെൻ ദേ കോസസ് ഡാമേജസ് ടു ദി ബ്ലഡ് ഫ്ലോ, ഡാമേജസ് ടു ദി എൻഡോത്തീലിയം, റൈറ്റ്. ദെൻ ഈ ഡാമേജ് ടു ദി എൻഡോത്തീലിയം ക്യാൻ കോസ് എ റപ്ചർ ഓർ അൾസറേഷൻസ് ഓർ ഇറോഷനായിട്ട് മാറും. ഈ പ്ലേഗ് ഡെവലപ്പ് ചെയ്തു ലൂമനിൽ, അവർ ബ്ലഡ് ഫ്ലോ ഡിസ്റ്റർബ് ആവും. ബ്ലഡ് ഫ്ലോ ഡിസ്റ്റർബൻസ് കാരണം വേണമെങ്കിൽ എൻഡോത്തീലിയൽ ഇഞ്ചുറീസ് സംഭവിക്കാം. അങ്ങനെ ഡാമേജ് സംഭവിച്ചു കഴിയുമ്പോൾ ഇറ്റ് ക്യാൻ കോസ് റപ്ചർ, അൾസറേഷൻ ഓർ ഇറോഷൻ. നെക്സ്റ്റ് ഹെമറേജ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ന്യൂ വാസ്കുലറൈസേഷൻ ഉണ്ട്, പുതിയ ബ്ലഡ് വെസൽസ് അവിടെ ഫോം ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ഹെമറേജ് ഇൻ ദി പ്ലേഗ് ഡ്യൂ ടു ന്യൂ വാസ്കുലറൈസേഷൻ ഓർ റപ്ചർ ഓഫ് ഫൈബ്രസ് ക്യാപ്പ് ഫോം ചെയ്തു നേരത്തെ പറഞ്ഞില്ലായിരുന്നു. നമുക്ക് ഫൈബ്രസ് ക്യാപ്പ് എന്തെല്ലാം കാണുന്നത്? മൈക്രോസ്കോപ്പിയിൽ
കാണാൻ പറ്റും. സ്മൂത്ത് മസിൽ സെൽസ് ആൻഡ് കൊളാജൻ ആണ് ഫൈബ്രസ് ക്യാപ്പ് ഉണ്ടാക്കുന്നത്. ദെൻ thrombosis and embolism. Thrombosis embolism എന്ന് പറയുമ്പോൾ ഈ അൾസറേഷൻ ഓർ ഇറോഷൻ ഓർ റപ്ചർ ഓഫ് എൻഡോത്തീലിയൽ സർഫസ് വിൽ ഫേവർ ത്രോംബസ് ഫോർമേഷൻ. അങ്ങനെ ഈ ത്രോംബസ് എന്ത് ചെയ്യും? ത്രോംബസ് പോയിട്ട് ഒക്ലൂഡ് ചെയ്യും ലൂമനിനെ. അങ്ങനെ ലൂമനിനെ ഒക്ലൂഡ് ആയിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും? ബ്ലഡ് ഫ്ലോ ഓർഗൻസിലൊന്നും എത്തില്ല. ദാറ്റ് കോസസ് ഇസ്കീമിയ. ഇഷ്കീമിയ എന്തു ഉണ്ടാക്കും? ദേ ഫോംസ് ത്രോംബോ ഇംബോളി. ദിസ് ഈസ് ഹൗ ത്രോംബോസിസ് ആൻഡ് എംബോളിസം ഈസ് എ കോംപ്ലിക്കേഷൻ. ദെൻ അത്തറോ എംബോളിസം. അത്തറോ എംബോളിസം എന്ന് പറയുമ്പോൾ എന്താ? ഈ പ്ലേഗ് റപ്ചറായിട്ട് ബ്ലഡ് സ്ട്രീമിലേക്ക് എത്തും. അങ്ങനെ ബ്ലഡ് സ്ട്രീമിൽ എന്ത് പറ്റും? എംബോളി ഉണ്ടാകും. ദാറ്റ് ഈസ് അത്തറോ എംബോളി. ആർട്ടറിയൽ എംബോളിസ് ഉണ്ടായി. ദെൻ അന്യൂറിസം. അന്യൂറിസം എന്ന് പറയുമ്പോൾ ഡാമേജ് ഇൻ ഇലാസ്റ്റിക് ടിഷ്യൂ ആൻഡ് വീക്കനിങ് ഓഫ് ദി വെസൽ വാൾ കോസസ് അന്യൂറിസ്മൽ ഡയലിറ്റേഷൻ റിസൾട്ടിങ് ഇൻ റപ്ചർ. ജസ്റ്റ് ഇലാസ്റ്റിക് ടിഷ്യൂവിൽ ഒരു ഡാമേജ് സംഭവിച്ചു, ഒരു വീക്കനിങ്, വെസൽ വാൾ വീക്കണായി. അപ്പോൾ എന്ത് സംഭവിക്കും? അന്യൂറിസ്മൽ ഡയലിറ്റേഷൻ ഉണ്ടാവും. ദാറ്റ് കോസസ് റപ്ചർ. ദെൻ കാൽസിഫിക്കേഷൻ. കാൽസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഡിസ്ട്രോഫിക് കാൽസിഫിക്കേഷൻ ആണുള്ളത്. ഓർ ഇൻ ദി സെൻട്രൽ നെക്രോട്ടിക് ഏരിയയിൽ ഡിസ്ട്രോഫിക് കാൽസിഫിക്കേഷൻ ആണുള്ളത്. ഡിസ്ട്രോഫിക് കാൽസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നോർമൽ കാൽഷ്യം ലെവലായിരിക്കും, ബട്ട് പ്രീവിയസ്ലി നെക്രോട്ടൈസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ നോർമൽ കാൽഷ്യം ലെവലും ഇറ്റ് കോസസ് നോർമൽ കാൽഷ്യം ലെവലിൽ ബ്ലഡിലുള്ളെങ്കിലും സെറത്തിലുള്ളെങ്കിലും ഇറ്റ് കോസസ് കാൽസിഫിക്കേഷൻ. അല്ലെന്നുണ്ടെങ്കിലും മെറ്റാസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ കൂടുതൽ കാൽഷ്യം ലെവൽ ഒരു സ്ഥലത്ത് കൂടുതൽ കാൽഷ്യം ലെവൽ കൂടുമ്പോഴത്തേക്കും ഇറ്റ് കോസസ് കാൽഷ്യം ഡിപ്പോസിഷൻ കൂടി കാൽസിഫിക്കേഷൻ വരാം. ഡിസ്ട്രോഫിക് എന്ന് പറയുമ്പോൾ പ്രീവിയസ്ലി ആ ടിഷ്യൂവിന് എന്തോ ഒരു ഡാമേജ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നെക്രോട്ടൈസ്ഡ് ആയിരുന്നു. അതിൽ ഈവൻ നമ്മുടെ ബോഡിയിൽ നോർമൽ കാൽഷ്യം ലെവലാണെങ്കിലും അവിടെ കൂടുതൽ ഡിപ്പോസിറ്റ് ചെയ്ത് കാൽസിഫിക്കേഷൻ സംഭവിക്കാം. ക്ലിനിക്കൽ പെത്തോളജിക് മാനിഫെസ്റ്റേഷൻ. It causes atherosclerotic stenosis. Stenosis or എന്താ? ജസ്റ്റ് നാരോയിങ്. ബിക്കോസ് ഡിക്രീസ് ഇൻ ദ സൈസ് ഓഫ് ലൂമൻ. ലൂമൻ സൈസ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും? ആദ്യം ബ്ലഡ് ഫ്ലോയിനെ എഫക്റ്റ് ചെയ്യും. ഇറ്റ് കോസസ് ഇഷ്കീമിയ. അതാണ് ക്രിട്ടിക്കൽ സ്റ്റീനോസിസ്. ദെൻ ഇഫക്റ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ആർട്ടീരിയൽ സപ്ലൈ ആൻഡ് മെറ്റബോളിക് ഡിമാൻഡ് ഓഫ് ദി എഫക്റ്റഡ് ടിഷ്യൂ. ഈ ടിഷ്യൂ എഫക്റ്റ് ചെയ്യുന്ന ടിഷ്യൂവിൻ്റെ ആർട്ടീരിയൽ സപ്ലൈ, അവരുടെ ഈ എത്രത്തോളം ബ്ലഡ് സപ്ലൈ അവർക്ക് വേണം മെറ്റബോളൈസ് ചെയ്യാൻ, അതിൻ്റെ ഡിമാൻഡ് അനുസരിച്ചായിരിക്കും ഇതിൻ്റെ ഇഫക്റ്റ് വരുന്നത്. ആൻഡ് സ്മോൾ ആർട്ടറീസ് എന്തുണ്ടാവും? ഇഷ്കീമിക് ഇഞ്ചുറി സംഭവിക്കും. അതർ സൈഡിലാണെങ്കിൽ ഇഷ്കീമി ഓഫ് ബവൽ, സഡൻ കാർഡിയാക് ഡിസീസസ്, ഇഷ്കീമിക് ഹാർട്ട് ഡിസീസ് ആൻഡ് ക്ലോഡിക്കേഷൻസ്. ഇതൊക്കെ ആയിരിക്കും സംഭവിക്കും. സഡൻ ഹാർട്ടിലേക്കാണല്ലോ, ഹാർട്ടിലാണ് ഏറ്റവും കൂടുതൽ ബ്ലഡ് വേണ്ടത്. ഇഷ്കീമിയ സംഭവിക്കുമ്പോൾ എന്തും ഇഷ്കീമിക് ഹാർട്ട് ഡിസീസ് ഉണ്ടാകും. സഡൻ കാർഡിയോവാസ്കുലർ ഡിസീസ്, ഡെത്ത് വരെ സംഭവിക്കാം. ആൻഡ് ഇഷ്കീമിയ ഓഫ് ബവൽ. ദെൻ അക്യൂട്ട് പ്ലേഗ് ചേഞ്ചസ്. അക്യൂട്ട് പ്ലേഗ് ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ എന്താ? എ സഡൻ ചേഞ്ച് ഇൻ എത്തറോമാറ്റസ് പ്ലേഗ് വിത്ത് നെക്രോട്ടിക് സെൻറ്റർ ഓർ വിത്ത് ലാർജ് ഏരിയ ഓഫ് ഫോം സെൽസ് ഓർ എക്സ്ട്രാ സെല്ലുലർ മാട്രിക്സ്. എക്സ്ട്രാ സെല്ലുലറായിട്ട് കൂടുതൽ ഫോം സെൽസ്, ലാർജ് നമ്പർ ഓഫ് ഫോം സെൽസ് നെക്രോട്ടിക് സെൻറ്ററിൽ കാണും. ആൻഡ് തിൻ ഫൈബ്രസ് ക്യാപ്പ് ഓർ ഫ്യൂ സ്മൂത്ത് മസിൽ സെൽസ് ഒക്കെ കാണും. ഈ ഫൈബ്രസ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? സ്മൂത്ത് മസിൽ സെൽസും കൊളാജനും ഒരുമിച്ച് ഉണ്ടാക്കുന്നതാണ് ഈ ഫൈബ്രസ് ക്യാപ്പ്. ദെൻ ക്ലസ്റ്റേഴ്സ് ഇൻഫ്ലമേറ്ററി സെൽസ് ഒക്കെ അടിഞ്ഞുകൂടി ഒരു ഫൈബ്രോമാറ്റസ് ഫ്ലാഗ് ഉണ്ടാക്കാം. ആൻഡ് ഇറ്റ് ഒക്കേഴ്സ് ഡ്യൂ ടു ബാലൻസ് ബിറ്റ്വീൻ കൊളാജൻ സിന്തസിസ് ആൻഡ് കൊളാജൻ ഡീഗ്രഡേഷൻ. ഓക്കെ, കൊളാജൻ സിന്തസിസിൻ്റെയും കൊളാജൻ ഡീഗ്രഡേഷൻ്റെയും ബാലൻസ് നഷ്ടപ്പെടുന്നതുകൊണ്ടും ആൻഡ് ദേ റെഡ്യൂസസ് മെക്കാനിക്കൽ സ്ട്രെങ്ത് ആൻഡ് ഇൻറ്റഗ്രിറ്റി. കൊളാജൻ എന്താ ഹെൽപ്പ് ചെയ്യുന്നത്? സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നില്ലേ? അപ്പോൾ ഇവിടെ ദേ റെഡ്യൂസസ് മെക്കാനിക്കൽ സ്ട്രെങ്ത് ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദി പ്ലേഗ്. ആൻഡ് ദസ് സ്റ്റാറ്റിൻസ് ഒക്കെ എന്ത് ചെയ്യും? സ്റ്റാറ്റിൻ ഡിക്രീസസ് ദി സർക്കുലേറ്റിംഗ് കൊളസ്ട്രോൾ ആൻഡ് സ്റ്റെബിലൈസസ് ഫ്ലാഗ്. എന്ത് സ്റ്റാറ്റിൻ എന്തിനാണ് കൊളസ്ട്രോൾ ഉള്ള ഒരാൾ കഴിക്കുന്നത്? എന്തിനാണ് സ്റ്റാറ്റിൻ ഡ്രഗ്സ് ആണല്ലോ കഴിക്കുന്നത് കൊളസ്ട്രോൾ ഉള്ള ഒരാൾ? ബിക്കോസ് ഈ സ്റ്റാറ്റിൻ ഹാസ് എ പവർ ടു റെഡ്യൂസ് സർക്കുലേറ്റിംഗ് കൊളസ്ട്രോൾ. അങ്ങനെ ദേ സ്റ്റെബിലൈസ് പ്ലാഗിനെ സ്റ്റെബിലൈസ് ചെയ്ത് ത്രോംബോ ഇംപൾസ് ഒന്നും വരാതെ സ്റ്റെബിലൈസ് ചെയ്തിട്ട് സർക്കുലേറ്റിംഗ് കൊളസ്ട്രോൾ ലെവൽ ഇവർ എന്ത് ചെയ്യും? കുറയ്ക്കും സ്റ്റാറ്റിൻസ്. ദെൻ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആയിട്ട് പറയുന്നത് സ്ട്രെസ്, അഡ്രിനർജിക് സ്റ്റിമുലേഷൻസ് എക്സെട്ര. ത്രോംബോസിസ്. ത്രോംബോസിസ് എന്ന് പറയുമ്പോൾ ഇറ്റ് കോസസ് മ്യൂറൽ ത്രോംബോസിസ് ഇൻ കൊറോണറി ആർട്ടറി അണ്ടർഗോയിങ് എംബോളിസം. മ്യൂറൽ ത്രോംബോസിസ് ആണ് സംഭവിക്കുന്നത്. മ്യൂറൽ എന്ന് പറഞ്ഞാൽ എന്താ? ജസ്റ്റ് വെസൽ വോളിൽ ഒരു ത്രോംബി വന്ന് അറ്റാച്ച് ചെയ്യുന്നതിനാണ് മ്യൂറൽ. ഒക്ലൂസീവ് ആണ് അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. ഒക്ലൂസീവ് എന്ന് പറയുമ്പോഴത്തേക്കും വെസൽ വോളിൽ കംപ്ലീറ്റ് എടുത്ത് ഒക്ലൂഡായി, പേര് പോലെ തന്നെ. ദെൻ വാസോ കൺസ്ട്രക്ഷനിൽ എന്ത് സംഭവിക്കുന്നത്? വാസോ കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ എന്തിനും അറിയാലോ എന്താ വാസോ കൺസ്ട്രക്ഷൻ? നാരോയിങ്. So that decreases the size of arterial lumen, very narrowing, and that increases the mechanical force and thus disrupt the plaque. This is what happens in case of vasoconstriction in atherosclerosis. Now നമുക്കിതൊന്ന് സമ്മറൈസ് ചെയ്യാം അല്ലേ? സമ്മറൈസ് ചെയ്യാൻ പുതിയൊരു നോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. Atherosclerosis ആണ് നമ്മൾ ആദ്യം ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ പ്രോഗ്രസീവ് ഡിസീസ് ഇൻ ദ ഇൻറ്റിമ ഓഫ് ലാർജ് ആൻഡ് മീഡിയം സൈസ്ഡ് ഇലാസ്റ്റിക് ആൻഡ് മസ്കുലർ ആർട്ടറീസ്
ക്യാരക്ടറൈസ്ഡ് ബൈ ഫോക്കൽ ലിപ്പ് റിച്ച് ലീഷൻ, ഇൻറ്റിമൽ ലീഷൻസ് കോൾഡ് അത്തറോമ. ഇതാണ് അത്തറോമ ഫോർമേഷൻ. കണ്ടോ, ലാർജ് ആൻഡ് മീഡിയം സൈസ് ഇലാസ്റ്റിക് ആൻഡ് മസ്കുലർ ആർട്ടറിയിലാണ് ഇത് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. ദെൻ റിസ്ക് ഫാക്ടേഴ്സ് എന്താ? മോഡിഫയബിൾ, നോൺ മോഡിഫയബിൾ ആൻഡ് അഡീഷണൽ ഉണ്ട്. മോഡിഫയബിൾ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, ഓർത്ത് വെക്കണം. ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റിക് മെലിറ്റസ്, ഡിസ്ലിപ്പിഡീമിയ, സീക്രട്ട് സ്മോക്കിംഗ്. നോൺ മോഡിഫയബിൾ ആയിട്ടുള്ള എന്തൊക്കെയാണ്? ജനറ്റിക്കലി ഫാമിലി ഹിസ്റ്ററിയിൽ ഉണ്ടെങ്കിൽ, അഡ്വാൻസിങ് ഓഫ് ഏജ് ആൻഡ് മെയിൽസിനാണ് കൂടുതൽ ദാൻ ഫീമെയിൽസ്. വൈ? ബിക്കോസ് ഫീമെയിൽസിലുള്ള ഈസ്ട്രജൻ ഒരു പ്രൊട്ടക്റ്റീവ് ഒരു മെക്കാനിസം ഉണ്ട്, അതുകൊണ്ട്. റിസ്ക് ഫാക്ടേഴ്സ് ഇതൊക്കെയാണ് പറഞ്ഞത്. അഡീഷണലായിട്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റും എന്തൊക്കെയാണ്. അതെറോസ്ക്ലെറോസിസ് ബ്ലോക്കേജ് ഉണ്ടാവണമെങ്കിൽ എന്തൊക്കെയാണ്? ഇനി ഇൻഫ്ലമേഷൻസ്, ഇനി ഇൻഫ്ലമേഷൻ വരുമ്പോൾ എന്ത് പറ്റും? CRP ലെവൽ റേസ് ചെയ്യും. ഇനി ഹൈപ്പർ കൊളസ്ട്രോളീമിയ, മെറ്റബോളിക് സിൻഡ്രോംസ്. ഈ ലൈപ്പോപ്രോട്ടീൻ എ ഉണ്ടല്ലോ, ഈ ലൈപ്പോപ്രോട്ടീൻ എ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, റിസ്ക് ഉണ്ടാക്കുന്നത്? ബിക്കോസ് ഓഫ് ദ ലൈപ്പോപ്രോട്ടീൻ എന്ന് പറയുമ്പോൾ ദേ ആർ സ്ട്രക്ചറലി സിമിലർ ടു പ്ലാസ്മിനോജനാണ്. സോ ദേ കോസസ് ഡിക്രീസ് ഇൻ ദി ക്ലോട്ട് ക്ലിയറൻസ് എബിലിറ്റി. അങ്ങനെ ക്ലോട്ട് ക്ലിയറൻസ് എബിലിറ്റി കുറയ്ക്കുകയല്ല ചെയ്യുന്നത്. ക്ലോട്ട് ക്ലിയർ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? വീണ്ടും അഥർവ ഉണ്ടാക്കാം. ഇത് കൂടാതെ പ്രോകയാഗുലൻ ലെവൽ കൂടുക, അപ്പോൾ വീണ്ടും ക്ലോട്ടിങ് പ്രൊമോട്ട് ആവുക. അതുകൂടാതെ ഇൻഅഡിക്വേറ്റ് ആയിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ്, സ്ട്രെസ് ലൈഫ്, ഒബിസിറ്റി, ആൽക്കഹോൾ എക്സെട്ര. പാത്തോജൻസിൽ നമ്മൾ 7 സ്റ്റെപ്പ് പറഞ്ഞത് എന്തൊക്കെ? എൻഡോത്തീലിയൽ ഇഞ്ചുറി ആൻഡ് ഡിസ്ഫങ്ഷൻ, മൈഗ്രേഷൻ ഓഫ് മോണോസൈറ്റ്സ്. ആദ്യം എൻഡോത്തീലിയൽ ഇഞ്ചുറി അല്ലെങ്കിൽ ഡിസ്ഫങ്ഷൻ സംഭവിച്ചിട്ടില്ല, എന്ത് പറ്റും? പെർമിബിലിറ്റി, വാസ്കുലർ പെർമിബിലിറ്റി ഒക്കെ കൂടിയിട്ട് LDL എന്ത് ചെയ്തു? ഇപ്പം ഇൻറ്റിമേറ്റ് ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഇൻറ്റിമേറ്റ് ഉള്ളിലല്ലോ, എൻഡോത്തീലിയത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ എൻഡോത്തീലിയൽ ഉള്ളിൽ കയറുമ്പോൾ എന്ത് പറ്റും? കൂടുതൽ മോണോസൈറ്റ്സും കൂടുതൽ മാക്രോഫേജും ഒക്കെ ലൂക്കോസൈറ്റ്സ് ഒക്കെ പോയിട്ട് അവിടെ അകത്ത് കയറണം. അതാണ് മൈഗ്രേഷൻ ഓഫ് മോണോസൈറ്റ്സിൻ്റെ ലൂം. അങ്ങനെ Tയും Bയിലും ഫോസൈറ്റ്സ് ഒക്കെ ചെന്നിട്ട് എന്ത് സംഭവിക്കും? അവിടെ ഒരു അത്തറോമ ഫോം ചെയ്യും. അല്ലെങ്കിൽ ഇവർ അത്തറോമ ഫോം ചെയ്യാൻ മാത്രമല്ല, കുറേ കീമോകൈൻസിനെ റിലീസ് ചെയ്യും, കൂടുതൽ ഗ്ലൂക്കോട്രെൻസ് പെനിട്രേറ്റ് ചെയ്തിട്ട് ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ മോണോസൈറ്റ്സിനൊക്കെ മാക്രോഫേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ലിപ്പിഡ് അക്യുമുലേഷൻ്റെ ലൂമിൻ ഇപ്പോൾ കണ്ടല്ലോ, കുറേ LDL കയറുമ്പോൾ എന്ത് ലിപ്പിഡ് ഇങ്ങനെ കൂടുതൽ അക്യുമുലേറ്റ് ആവും. അവിടെ മോണോസൈറ്റ്സ് മാക്രോഫേജിൻ്റെ മാറി. ഈ മാക്രോഫേജ് എന്ത് ചെയ്യും? അവർ ഈ ലിപ്പിഡ്സിനെ LDLനെയൊക്കെ ഫാഗോസൈറ്റോസ് ചെയ്യും. എൻഗൾഫ് ദിസ് LDL. വെറും LDLനെ അല്ല ഫാഗോസൈറ്റോസ് ചെയ്യുന്നത്. ഈ LDL കുറേ നേരം കടന്നു കഴിയുമ്പോഴത്തേക്കും ദേ അണ്ടർഗോ ഓക്സിഡേഷൻ. അങ്ങനെ ദേ ബിക്കം, ബിക്കോസ് ഓഫ് ദി ഫ്രീ റാഡിക്കൽ, ഓക്കെ, ഓക്സിഡൈസ്ഡ് LDL ആയിട്ട് മാറും. അവരെ എൻഗൾഫ് ചെയ്യും ഈ മാക്രോഫേജ്. അങ്ങനെ ഈ മാക്രോഫേജ് ബിക്കം ഫോമി സെൽസ്. ദെൻ ഫോർമേഷൻ ഓഫ് ഫോമി സെൽസ് ഇപ്പോൾ പറഞ്ഞാൽ ആക്ടിവേഷൻ ഓഫ് മാക്രോഫേജ്. ഇത് കൂടുതൽ മാക്രോഫേജിനെ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ആക്ടിവേറ്റ് ചെയ്ത് ഫോമി സെൽസ് ആക്കിയല്ലോ, ഫോമി സെൽ ആയാലും ഇതൊക്കെയും റപ്ചർ, അങ്ങനെ ഓക്സിഡൈസ് LDLനെ വീണ്ടും റിലീസ് ചെയ്യാൻ ഇഞ്ചുറി ഉണ്ടാക്കും. ഇതിങ്ങനെ സൈക്കിൾ പോലെ നടന്നുകൊണ്ടിരിക്കും. ഇത് കൂടാതെ മൈഗ്രേഷൻ ഓഫ് സ്മൂത്ത് മസിൽ സെൽസിൻ്റെ ലൂമൻ ബൈ ഓക്സിഡൈസ്ഡ് LDL എന്നൊരു പ്രോപ്പർട്ടി ഉണ്ട്. ദേ കോസസ് സൈറ്റോകൈൻ റിലീസ്, കീമോകൈൻ റിലീസ്, ദെൻ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് കൂട്ടും, ഗ്രോത്ത് ഫാക്ടർ കൂട്ടും. അങ്ങനെ ഗ്രോത്ത് ഫാക്ടർ കൂട്ടുമ്പോൾ എന്ത് പറ്റും? ഈ സ്മൂത്ത് മസിൽ സെൽസിന് പ്രൊലിഫറേഷന് ഹെൽപ്പ് ചെയ്യും. സ്മൂത്ത് മസിൽ സെൽസ് ആദ്യം മൈഗ്രേറ്റ് ചെയ്ത് ലൂമനിൽ എത്തിയെന്നേ ഉള്ളൂ, പക്ഷേ അവിടെ പ്രൊലിഫറേഷന് ഇവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഗ്രോത്ത് ഫാക്ടേഴ്സ്. അങ്ങനെ പ്രൊലിഫറേഷൻ ഓഫ് സ്മൂത്ത് മസിൽ സെൽസിൻ്റെ ഇൻറ്റിമ ആൻഡ് എക്സ്ട്രാ സെല്ലുലർ പ്രൊഡക്ഷൻ നടക്കും. അങ്ങനെ എന്ത് പറ്റും? ഈ ലിപ്പിഡ്സ് ഇതിനുള്ളിലും കയറും. ഇത് അഗെയിൻ ബിക്കം എ ഫോം സെൽ ആൻഡ് thus we can say lipid get accumulated in the intracellularly as well as extracellularly. Intracellularly എന്ന് പറയുമ്പോൾ വിത്തിൻ ദി സെൽ, മാക്രോഫേജ് ആൻഡ് സ്മൂത്ത് മസിൽ സെൽസിൻ്റെ ഒക്കെ ഉള്ളിൽ. എക്സ്ട്രാ സെല്ലുലർലി എന്ന് പറയുമ്പോഴത്തേക്കും ഹൈപ്പർ കൊളസ്ട്രോളീമിയ ഉള്ള ഒരാൾക്ക് പുറത്തുള്ള ഒരു ഇംബാലൻസ് ബിറ്റ്വീൻ ഇൻഫ്ലക്സ് ആൻഡ് എഫ്ലക്സ് കാരണം എന്ത് സംഭവിക്കും? പുറത്തും ഈ കൊളസ്ട്രോളിൻ്റെ കുഞ്ഞു നെക്രോട്ടിക് ഫോം സെൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യും. HDL കൂട്ടിയിട്ടുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. കാരണം എന്താ? ദേ വിൽ എക്സ്ക്രീറ്റ് കൊളസ്ട്രോൾ ടു ദി ലിവർ. ബട്ട് LDL കൂടുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ദെൻ മോർഫോളജിയിൽ നമ്മൾ രണ്ടെണ്ണം പറഞ്ഞ ഫാറ്റി സ്ട്രീക്കിൻ്റെയും അതെറോസ്ക്ലെറോട്ടിക് പ്ലാക്കിൻ്റെ. ഫാറ്റി സ്ട്രീക്കിൻ്റെ ജസ്റ്റ് ഒരു യെല്ലോ ലീഷനാണ് ആൻഡ് ദേ ഫോം എ ലോങ് സ്ട്രീക്ക്. മൈക്രോസ്കോപ്പിക്കലി ലിപ്പിഡ് റിച്ച് ഫോമി മാക്രോഫേജ് കാണാൻ പറ്റും. അതെറോസ്ക്ലെറോട്ടിക് പ്ലാക്കിന് നമ്മൾ എന്താ പറഞ്ഞത്? ഗ്രോസിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? യെല്ലോ ടു വൈറ്റ്, വിത്ത് ത്രോംബസ് ആണെങ്കിൽ റെഡ് ടു ബ്രൗൺ കാണാൻ പറ്റും. ഇറഗുലർ ആണ്, വെൽ ഡിഫൈൻഡ് ബോർഡർ ഉണ്ട്. ഇത് കമ്പോസ്റ്റ് ഓഫ് സോഫ്റ്റ് യെല്ലോ, ഗ്രൂമസ് കോർ എക്സെട്ര. മൈക്രോസ്കോപ്പിക്കലി നമുക്ക് സെല്ലായിട്ട് സ്മൂത്ത് മസിൽ സെൽസ്, മാക്രോഫേജ് ആൻഡ് T സെൽസിനെ കാണാം. എക്സ്ട്രാ സെല്ലുകളിൽ നമുക്ക് കൊളാജൻ, ഇലാസ്റ്റിൻ, പ്രോട്ടിയോഗ്ലൈക്കൻസിനെ കാണാൻ പറ്റും. ദെൻ ലിപ്പിഡ് എവിടെയൊക്കെയാണ് അവർ പോയിട്ട് അറ്റാച്ച് ചെയ്യുന്നത്? എക്സ്ട്രാ സെല്ലുലർലി ഉണ്ട്, ഇൻട്രാ സെല്ലുലർലി ഉണ്ട്. ദെൻ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ എന്താ? നോർമൽ ബ്ലഡ് വെസലായിരുന്നു, അവർ നാരോ ചെയ്തു
because of this atheroma formation. It causes either rupture, ulceration or erosion, അല്ലെങ്കിൽ it causes hemorrhage into the plaque or thrombosis and emboli form ചെയ്യാം, അല്ലെങ്കിൽ അത്തറോ എംബോളിസം, ജസ്റ്റ് എംബോളി ഇൻ ദ ആർട്ടറി കൂടെ നടന്നു പോകുന്നല്ല കടന്നു പോകുന്നു. ഓക്കെ, ദെൻ അന്യൂറിസ്മൽ ഫോർമേഷൻ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഡിസ്ട്രോഫിക് കാൽസിഫിക്കേഷൻ വരാം. ദെൻ ക്ലിനിക്കൽ പെത്തോളജിക് മാനിഫെസ്റ്റേഷൻ ഞാൻ 4 പറഞ്ഞിരുന്നു. അത്തറോസ്ക്ലിറോട്ടിക് സ്റ്റീനോസിസ് ഒരു നാരോയിങ് സംഭവിക്കാം. അക്യൂട്ട് പ്ലേക്ക് ചേഞ്ചസ്, ഇപ്പോൾ പറഞ്ഞല്ലോ കോംപ്ലിക്കേഷനിൽ എന്തൊക്കെ ചേഞ്ചസാണ് വരുന്നതെന്ന്, അങ്ങനത്തെ ചേഞ്ചസ് വരാം. ഫൈബ്രസ് ക്യാപ് ഫോം ചെയ്യാം. ഓക്കെ, പിന്നെ ത്രോംബോസിസ് എന്ന് പറയുമ്പോൾ എന്താ, ഇറ്റ് ക്യാൻ ബി ഇതർ മ്യൂറൽ ഓർ ഒക്ലൂസീവ്, കൂടുതലും മ്യൂറലായിരിക്കും കോറനറി ആർട്ടറിയിലൊക്കെ. വാസോ കൺസ്ട്രക്ഷൻ ഉണ്ട്. വാസോ കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ, നാരോയിങ് ഓഫ് ദി ലൂമൻ, അതുകൊണ്ട് തന്നെ ഇൻക്രീസ്ഡ് മെക്കാനിക്കൽ ഫോഴ്സ് ക്യാൻ ഡിസ്റ്റർബ് ദി plaque. This is about the atherosclerosis. And if you like this video, do like, share and comment. ഇതിൻ്റെ MCQ questions ഷോർട്സ് ആയിട്ട് ഇട്ടാം. And if you know the answer, please comment it.